ഹലോ ഹായ് കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു മാങ്ങാച്ചാറാണ്. അധികം ഇത് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് എണ്ണ ചൂടാക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഒരു 2.5 സ്പൂൺ കടുക് പരിപ്പ്, 1/2 സ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് നല്ലെണ്ണ. അപ്പോൾ ഞാൻ ആദ്യം ഈ മാങ്ങ ഒന്ന് കരിന്തൊലി ചെത്തി അരിഞ്ഞുകൊണ്ട് വരാം. മാങ്ങ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചു. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലെണ്ണ ചൂടാക്കിയതിൻ്റെ അകത്തോട്ട് ഈ കടുക് പരിപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ബാക്കി 2 സാധനങ്ങൾ ഈ മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഇതിലതൊരു നേരിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ചെറിയ സ്പൂൺ ഉലുവാപ്പൊടി, അധികമായ കഴിക്കും. പിന്നെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മാങ്ങയുടെ തൊലി മൊത്തത്തിൽ ചെത്തിയിട്ടില്ല, കരിന്തൊലി കുറച്ചൊന്ന് ചെത്തിയിട്ടേ ഉള്ളൂ. നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. ഞാൻ ഈ കടുക് പരിപ്പും മുളക് പൊടിയും ഈ നല്ലെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, വലിയ സ്പൂൺ. അത് ചൂടാക്കി ഈ മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. എണ്ണ കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക് എണ്ണ കുറച്ചുകൂടെ ചേർക്കാം. അധികം വേണ്ട എണ്ണ ഉപയോഗിക്കാത്തവർക്ക് കുറച്ച് എണ്ണ ചേർത്താൽ മതി. ഇത് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. ഇതിപ്പം നമുക്കിപ്പം വേണേൽ ഉപയോഗിക്കും. ഇത് നാളത്തേക്ക് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ രുചിയായിരിക്കും. ഇനി മാങ്ങയ്ക്കകത്തെ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇറങ്ങും. നമ്മളിത് കുക്ക് ചെയ്തിട്ടില്ല, പെട്ടെന്ന് അരിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കടുക് പരിപ്പ് വീട്ടിലില്ലാത്തവർക്ക് കടുക് ചെറുതായിട്ട് കല്ലിലിട്ട് പൊടിച്ച് എടുത്താൽ മതി. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ച് പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. കണ്ടമാനം പൊടിഞ്ഞ് പോകരുത്. ഇത് എൻ്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ റെസിപ്പി പഠിച്ചെടുത്തത്. നല്ല റെസിപ്പി, ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്, മാങ്ങ അച്ചാറാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് കുറച്ച് എടുത്ത് നാളത്തേക്ക് വെച്ചിട്ട് നാളെ കൂട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് നോക്കുക. ഇപ്പോൾ ഉപ്പ് കുറച്ചുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതേ കഷ്ണത്തിലെല്ലാം ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ പോരായ്കയുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.